അപ്പൊ നമുക്കിനി വിശകലനങ്ങളിലേക്കൂടെ പോവാല്ലേ. നമ്മുടെ പ്രസാദ് ഉടുമ്പശ്ശേരിയും അതുപോലെ തന്നെ ആസിഫ് മുഹമ്മദും ബെൻസൻ ബാബുവും ഒപ്പം അജിത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പ്രസാദിലേക്ക് നമുക്കൊരു പൊതുവേ ഉള്ളൊരു വിവരങ്ങൾ ചോദിക്കാം. കാരണം തുടക്കം മുതൽ അവിടെയുള്ള ആളാണ് പ്രസാദ്. കഴിഞ്ഞ 10-24 ദിവസമായിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഉയരുന്നൊരു ചോദ്യമാണ് നിലമ്പൂർ ആര് പിടിക്കും, നിലമ്പൂരിൽ ആര് എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരം നാളെ എത്ര മണിയോടെ നമുക്കറിയാൻ കഴിയും. ഈ വഴിക്കടവിലെ വിധിയൊക്കെ നിർണായകമാകുമെന്ന് പൊതുവെ പറയുമ്പോഴും അമരമ്പലം അടക്കം LDFന്റെ സ്വാധീന പഞ്ചായത്തുകളൊക്കെ അവസാന റൗണ്ടിലാണ്. പലയിടത്തും ഇഞ്ചോടിഞ്ചാണ്. ഈ ഭരണവിരുദ്ധ വികാരം പോലെ ഒരു പ്രത്യേകിച്ചൊരു ട്രെൻഡ് ഒന്നും ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല അല്ലേ? അങ്ങനെ രൂപപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവകാശവാദങ്ങൾ അതെ പ്രസാദ്, എങ്ങനെയാണ് ഈ അവസാന വട്ടത്തെ എപ്പോ തുടങ്ങി വോട്ടെണ്ണൽ എങ്ങനെയാകും? നമുക്ക് എപ്പോ തൊട്ട് ആ ട്രെൻഡൊക്കെ അറിഞ്ഞു തുടങ്ങാം. മഴയാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ? സുരശ്മി, ഈ പറയുന്നത് പോലെ എല്ലാവരും അവരുടെ വിജയപ്രതീക്ഷയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ആരും ഒരു മാറ്റവും ഇപ്പോൾ പറയുന്നില്ല. അതേപോലെ തന്നെയാണുള്ളത്. ഇതിൽ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 8 മണിക്ക് വോട്ട് എണ്ണി തുടങ്ങിയാൽ 8:30 അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ റൗണ്ട്, അതായത് 14 ബൂത്തുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ അതിലെ വോട്ട് ഫലം വരുന്ന സമയത്ത് തന്നെ എങ്ങോട്ടാണ് ഈ കാറ്റ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ആദ്യത്തെ 2 ബൂത്തുകൾ, വഴിക്കടവ് പഞ്ചായത്തിലെ 1-ാം ബൂത്ത് എന്ന് പറയുന്നത് UDFന് വലിയ തോതിൽ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. 1ഉം 2ഉം ബൂത്തുകളിൽ നിന്നായി അവർ 350 മുതൽ 500 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. LDFും ഇത്തരത്തിൽ ആ 2 ബൂത്തുകളിലും അവിടെ UDF ലീഡ് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നീട് 3ഉം 4ഉം ബൂത്തുകളിലേക്ക് വന്നാൽ മാത്രമാണ് അവിടെ LDFന് സ്വാധീനമുള്ള ഒരു മേഖല. 5ഉം 6ഉം എന്ന് പറയുന്നത് 2 കൂട്ടർക്കും ഒപ്പത്തിനൊപ്പമുള്ളതാണ്. അതായത് 1 മുതൽ 14 വരെയുള്ള ശരാശരി മൊത്തം ബൂത്തുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ UDFന് മേൽക്കൈ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വലിയ തോതിലൊരു ലീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് UDFന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറയുന്നുണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മമായി നോക്കേണ്ടതുണ്ട്. അവിടെ PV Anwar ഉണ്ട്. PV Anwar ഫാക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ LDFന് വോട്ട് കുറയും. PV Anwar എത്രത്തോളം വോട്ടാണ് പിടിക്കുന്നത് എന്ന് സംബന്ധിച്ചിരിക്കും പിന്നീടുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ അവരുടെ മുന്നോട്ട് പോക്ക്. കാരണം PV Anwar ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ തന്നെയാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ എണ്ണുമ്പോൾ ആകെ അവർ UDF പ്രതീക്ഷിക്കുന്നത് 1500 മുകളിൽ ലീഡ് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ട് വരുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് ആദ്യ റൗണ്ടിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് പോകുന്നതെങ്കിൽ പിന്നീട് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ UDFന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പക്ഷേ അത് അങ്ങനെയല്ല. LDF ഏറെക്കുറെ വലിയ ലീഡൊന്നുമില്ല. UDF തന്നെ ലീഡ് ചെയ്യുന്നു. പക്ഷേ 500 വോട്ടിൽ താഴെ ലീഡ് ചെയ്യുന്നു. അത് അവർക്ക് പിടിച്ച് ഉറപ്പായും വഴിക്കടവ് നിർണ്ണയിക്കുമെന്ന് തന്നെയാണ്. കാരണം വഴിക്കടവിനെ സംബന്ധിച്ചിടത്തോളം UDFന് സ്വാധീനമുള്ള പ്രദേശമാണ്. പക്ഷേ അവിടെ LDFന് അവിടെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ അത് പിന്നീട് മൂത്തയിടത്ത് UDFന് അവിടെ ബാലൻസ് ചെയ്യേണ്ടി വരും. കാരണം മൂത്തയിടത്ത് കൂടുതൽ വോട്ട് കിട്ടിയാൽ മാത്രമാണ് ആ ലീഡ് അതേപോലെ മുന്നോട്ട് കുതിക്കുകയുള്ളൂ. അപ്പോൾ വഴിക്കടവ് തന്നെ പിടിച്ചു കെട്ടുക എന്നുള്ളൊരു ലക്ഷ്യം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു പൊതു വിലയിരുത്തൽ അവിടെ UDF ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ആദ്യം തന്നെ UDF ആണ് ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം M സ്വരാജ് പരാജയപ്പെടുന്നു എന്നത് അർത്ഥമാക്കേണ്ടതില്ല. പക്ഷേ വലിയ തോതിൽ ഒരു ഭൂരിപക്ഷം അവിടെ 1000-ന് മുകളിൽ, ആ പഞ്ചായത്തിന് 1000-ന് മുകളിൽ, അവർ പ്രതീക്ഷിക്കുന്ന 1500 UDF. പക്ഷേ അതിന് മുകളിലേക്ക് ആ ലീഡ് പോയാൽ 2000 അല്ലെങ്കിൽ 3000-ലേക്ക് ലീഡ് പോയാൽ അതൊരു സൂചനയാണ്. കാരണം പിന്നീട് വരാൻ പോകുന്നത് മൂത്തേടം പഞ്ചായത്താണ്. നേരത്തെ സേതുലക്ഷ്മിയും ശ്രീജിത്തും അതെല്ലാം വളരെ വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ മൂത്തേടം പഞ്ചായത്തിൽ അത് UDFന് ലീഡ് ചെയ്യുന്നതാണ്. മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ലീഡ് വർദ്ധിക്കും. പിന്നീട് വരുന്നത് മൂത്തേടം കഴിഞ്ഞ് വരുന്ന പഞ്ചായത്തുകൾ, അതായത് പോത്തുകല്ല്, ചുങ്കത്തറ തുടങ്ങിയ പഞ്ചായത്തുകളിലേക്ക് കടക്കുമ്പോഴാണ് ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം വരുന്നത്. അപ്പോൾ LDFന് UDFന് പിടിച്ചു കെട്ടാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ചുങ്കത്തറ, പോത്തുകല്ല് അതുപോലെയുള്ള തുടങ്ങിയ പഞ്ചായത്തുകളാണ് വരുന്നത്. നിലമ്പൂർ നഗരസഭയിലേക്ക് വരുമ്പോഴാണ് പിന്നീട് ഏറ്റവും നിർണായകമായി മാറുക. അവിടെ നിലമ്പൂർ നഗരസഭയിലേക്ക് വരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ LDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉണ്ട് എന്ന് പറയുന്ന വികാരം ഏറ്റവും കൂടുതൽ അങ്ങനെ പ്രതിഫലിക്കുകയാണെങ്കിൽ വരേണ്ടത് നിലമ്പൂർ നഗരസഭയിലാണ്. പക്ഷേ അവിടെയും UDF ആണ് വലിയ തോതിൽ ലീഡിലേക്ക് വരുന്നത്, ഈ പറയുന്ന പോലെ ലീഡിലേക്ക് വരുന്നതെങ്കിൽ പിന്നീട് ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും UDFന് നിൽക്കേണ്ടതില്ല. അവർക്ക് വിജയം ആഘോഷിക്കാം. പക്ഷേ ഒപ്പത്തിനൊപ്പമാണ് വരുന്നതെങ്കിൽ LDFന് സ്വാധീനമുള്ള അമരമ്പലം, കരുളായി തുടങ്ങിയ പഞ്ചായത്തുകൾ തൊട്ടുപിറകെ എണ്ണുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ M സ്വരാജിന് തന്നെയാണ് പ്രതീക്ഷയിലേക്ക് വരിക. അതാണ് ഈ LDF. ഇപ്പോൾ നേരത്തെ
ശ്രീത്തത് പറയുന്നത് കേട്ടു. വിനീഷ് കോടിയേരിയുടെ പോസ്റ്റ്, അദ്ദേഹം 1ാം റൗണ്ട് മുതൽ 19ാം റൗണ്ട് വരെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് ഇട്ടിരിക്കുന്നത്. അത് CPM ഇവിടെ പറയുന്ന ഒരു പ്രഡിക്ഷനാണ്. ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും എം സ്വരാജിലേക്ക് ലീഡ് വരാനുള്ള സാധ്യതയാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം, അൻവർ LDF-ൽ നിന്നും കൂടുതൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയെല്ലാം ഉണ്ടായാൽ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ടതില്ല. ഇത് രണ്ടു കൂട്ടർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. രസകരമായി പറഞ്ഞാൽ PV അൻവറിനെ ഒഴിച്ച് PV അൻവറിൻ്റെ ഒപ്പമുള്ള ആർക്കും പോലും എത്ര വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല. അതൊരു തമാശയല്ല. കാരണം അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മുന്നണികൾ അവരുടെ വോട്ട് കണക്കാക്കുക, അവരുടെ ബൂത്ത് തലത്തിലും കിട്ടുന്ന വോട്ട് കണക്കാക്കുക ആ ബൂത്ത് ഏജന്റുമാർ കൊടുക്കുന്ന കണക്കാണ്. അതായത് വോട്ട് ചെയ്യാൻ വരുന്ന ആൾ പോളിംഗ് സ്റ്റേഷനിൽ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് സംബന്ധിച്ച് അവർക്കൊരു ധാരണയുണ്ടാകും. അപ്പോൾ 500 പേരാണ് വോട്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ അതിൽ 200 പേർ LDF-ന് വോട്ട് ചെയ്തു, 250 പേർ UDF-ന് വോട്ട് ചെയ്തു. സ്വാഭാവികമായും അവിടുത്തെ പ്രവർത്തകരാണ്, പ്രാദേശിക പ്രവർത്തകരാണ്, അവർക്ക് ഓരോ വ്യക്തികളെയും നേരിട്ട് അറിയാൻ കഴിയും. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ബൂത്തുകളിലും അത്തരത്തിൽ ബൂത്ത് ഏജന്റുമാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് അവർ പറയുന്നത് അവർക്കത് സംബന്ധിച്ചുള്ള ഒരു ധാരണയും ഇല്ല എന്നുള്ളത്. പക്ഷേ അൻവർ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 25,000 വോട്ടെങ്കിലും ലഭിക്കുമെന്നുള്ളതാണ്. അതിൽ കൂടുതൽ വോട്ട് അൻവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ 25,000 വോട്ടെങ്കിലും ലഭിക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. നമുക്ക് കാത്തിരിക്കാം. ശരി പ്രസാദ്.